Coders Malayalam YouTube channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 different patterns നോക്കാൻ പോകുന്നത് നമ്മൾ. ഓക്കേ. അപ്പോൾ ഏതൊക്കെയാണ് ആ patterns ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കേ. അപ്പോൾ ഫസ്റ്റ് Z ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ലെറ്റേഴ്സ് ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്, ആൽഫബറ്റ്. ഓക്കേ. Z, അതുപോലെ തന്നെ S, പിന്നെ N. ഇത് മൂന്നും ഞാൻ എന്ത് ചെയ്തു തരാം, സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്, വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ പ്രിന്റ് ചെയ്യാം കോഡ് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ആദ്യം ഞാൻ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇന്റെ N എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് എന്തിനാ, എന്റെ സൈസ് പ്രിന്റ്എഫില് സൈസ് വാങ്ങുന്നു. അതുപോലെ തന്നെ സ്കാനഫിൽ %d ആംപ്രസൻഡ് n, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാ, സ്റ്റോർ ചെയ്യാ n എന്ന് പറയുന്ന വേരിയബിൾ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, ഒരു ഫോർ ലൂപ്പ് വേണം. ആ ഒരു ഫോർ ലൂപ്പില് ഒരു സ്പേസ് കൊടുക്കുക. ഓക്കെ. ആ ഫോർ ലൂപ്പിലകത്ത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് വേരിയബിൾസ് കൂടി ഇന്റ് ആയി അതുപോലെ തന്നെ j എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ. ഐയും അതുപോലെ തന്നെ ജെയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് എന്താ നമുക്ക് വേണ്ടത്, ഐ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഐ ലെസ് ദാൻ ഏത് വരെയാ, ഐ ലെസ് ദാൻ n വരെ. നെക്സ്റ്റ് അതിന്റെ വാല്യൂ പ്ലസ് കൊടുക്കുന്നു. ഓക്കെ. എന്നിട്ട് ഇനി നമുക്ക് ഒരു ഫോർ ലൂപ്പ് കൂടി വേണം, കാരണം നമുക്ക് റോയിലും പ്രിന്റ് ചെയ്യിക്കാണ്ട് അതുപോലെ തന്നെ കോളത്തിലും പ്രിന്റ് ചെയ്യിക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫോർ ലൂപ്പ് ജെ എന്ന് പറയുന്ന വേരിയബിൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ജെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, ജെ ലെസ് ദാൻ n വരെ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജെന്റെ വാല്യൂ ഇൻക്രിമെന്റ് ആയി കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇനിയാണ് നമ്മൾ പ്രിന്റ് ചെയ്യിക്കേണ്ടത് നോക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് വേണം, നമുക്ക് ഫസ്റ്റത്തെ ലൈനിൽ പ്രിന്റ് ചെയ്യിക്കണം. Z വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ ആ ഒരു റോയിൽ കംപ്ലീറ്റ് പ്രിന്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് i = 0, അതായത് ഐന്റെ വാല്യൂ 0 എന്ന ടൈമിൽ കംപ്ലീറ്റ് എന്ത് ചെയ്യണം, നമുക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ. നമ്മൾ ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് വരാം. ഓക്കെ. പ്രിന്റ്എഫില് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർ പ്രിന്റ് ചെയ്യാം. ഓക്കെ. ഒരു സ്പേസ് കൊടുക്കുന്നു, അതുപോലെ തന്നെ സെമിക്കോളൻ. നെക്സ്റ്റ് എന്താ വരിക, എൽസ് കേസിൽ, ഇതൊന്നും അല്ലാത്ത കേസിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ പ്രിന്റ്എഫില് സ്പേസ് പ്രിന്റ് ചെയ്യാം. ഓക്കെ. രണ്ട് സ്പേസ് കൊടുക്കാം. എന്നിട്ട് ഈ ഇന്നർ ഫോർ ലൂപ്പിന് നേരെ താഴെ എന്ത് ചെയ്യാം, പ്രിന്റ്എഫില് നമുക്ക് /n എന്ന് കൊടുക്കാം, അതായത് നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ ഈ ഒരു കേസിൽ എന്ത് ചെയ്യാം, അത് ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്റെ സൈസ് എന്ന് കൊടുക്കുന്നുണ്ട്, നമുക്ക് 10 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. കണ്ടോ, 10 സ്റ്റാർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ i 0th പൊസിഷനിൽ മാത്രമേ നമ്മൾ പ്രിന്റ് ചെയ്ത്, അതുപോലെ തന്നെ ലാസ്റ്റത്തെ പൊസിഷനിലും ഒന്ന് പ്രിന്റ് ചെയ്യിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഏതാ വരിക, അതായത് n-1, അതായത് i = n-1 എന്ന് പറയുന്ന ഒരു പൊസിഷൻ. അതായത് അങ്ങനെയാണ് ഇക്വേഷൻ വരിക. കാരണം n എന്ന് പറയുമ്പോൾ 10 ആണ് കൊടുത്ത്, 0-ൽ നിന്ന് i സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം 9ാമത്തെ ഇതിലായിരിക്കും, i 9ാമത്തെ പൊസിഷനിൽ എത്തുന്ന ടൈമിലായിരിക്കും എന്ത് വരിക, ഇത് കംപ്ലീറ്റ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ i = n-1 എന്ന് കൊടുക്കുന്നു. ഓക്കെ. ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ഓക്കെ. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള പാറ്റേൺ ഒക്കെ പ്രിന്റ് ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഫസ്റ്റത്തെ ഇങ്ങനെ പറയുന്നത്. ഓക്കെ. നമുക്കിപ്പോ ആദ്യത്തെ ലൈനിലും കിട്ടിയിട്ടുണ്ട്, അവസാനത്തെ ലൈനിലും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെന്ററിൽ എന്ത് ചെയ്യണം, ക്രോസ് ചെയ്തിട്ട് വരണം. ക്രോസ് ചെയ്ത് വരുമ്പോ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, അവസാനത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവസാനം എന്ന് പറയുമ്പോ n-1, പക്ഷെ n-1-ൽ നിന്നല്ല. ഓക്കെ. n-ൽ നിന്ന് i-ന്റെ വാല്യൂ കുറക്കാം. n-ന്റെ വാല്യൂ 10 ആണ്. അപ്പൊ 10-ൽ നിന്ന് i-ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 0 കുറക്കുമ്പോ എത്ര കിട്ടുക, 10ാമത്തെ പൊസിഷനിൽ തന്നെ. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട്. ഓക്കെ. ഞാൻ n-i എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് വേറെ രീതിയിൽ കിട്ടാം, കറക്റ്റ് സെറ്റ് ആവില്ല. ഓക്കെ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 10 കൊടുക്കാം. ഓക്കെ. n-i എന്ന് പറയുമ്പോ ഓക്കെ, ഇവിടെ വേറൊരു കാര്യം കൂടി കൊടുക്കണം നമ്മള്, എന്താണ്, j = എന്ന് പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. jന്റെ വാല്യൂ = n-i ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പൊ നമുക്ക് ക്രോസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഈ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ടില്ല, നമ്മൾ പിക്ചറിൽ കണ്ടതുപോലെ ആയിട്ടില്ല. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ കറക്റ്റ് n-i എന്ന് പറയുന്ന പൊസിഷനിലാണെന്ന് തുടങ്ങിയിട്ടുള്ളത്, 0-ൽ നിന്ന് തന്നെയാണ്, പിന്നെ 1-ൽ നിന്ന് അങ്ങനെയാണ്. പക്ഷെ അതിന് പകരം നമുക്ക് ഒന്നുകൂടി അതിന് കുറച്ച് കഴിഞ്ഞാലോ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. -1 എന്ന് കൊടുക്കാം കേട്ടോ, ഒന്നുകൂടി ഒരു പൊസിഷൻ കുറച്ചിട്ട് വരും. ഓക്കെ. 10. ഓക്കെ. ഇപ്പൊ കറക്റ്റ് ഉണ്ടോ, നമ്മൾ Z കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ഇത്രേ ഉള്ളൂ, ഇത് സിമ്പിൾ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് അടുത്ത് നോക്കാം. നമുക്ക് n നോക്കാം, എന്നിട്ട് S-ലോട്ട് പോവാം.
ഇപ്പൊ n പ്രിന്റ് ചെയ്യിക്കാം. എന്നിന്റെ വേണമെങ്കിൽ നമുക്കൊരു സൈസ് 20 ഒക്കെ ആക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് ഓക്കെ എന്നിൽ എന്താണ് ചേഞ്ച് വരുത്തേണ്ടത്? നമ്മൾ ഈ ഒരു സെയിം കോഡിനെ, അതായത് 2 ഫോർ ലൂപ്പ് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് ഇഫ് കണ്ടീഷന്റെ കണ്ടീഷൻസ് മുഴുവൻ ഒന്ന് എടുത്ത് ഒഴിവാക്കാം, എന്നിട്ട് ഇതിൽ ചേഞ്ചസ് വരുത്താം. ഓക്കെ, ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ്. സ്റ്റാറും സ്പേസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നത്, ജെന്റെ ക്വസ്റ്റ്യൻ, അതായത് ഇതൊന്ന് ക്ലിയർ ചെയ്യാം. ജസ്റ്റ് ജെ ഈക്വൽ ടു 0 ആവുന്ന ടൈമിൽ നേരത്തെ നമ്മൾ i ഈക്വൽ ടു 0 ആണ് കൊടുത്ത്, ഇവിടെ j ഈക്വൽ ടു 0 കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫസ്റ്റത്തെ താഴോട്ട് ഫസ്റ്റത്തെ ലൈനിൽ നമുക്ക് കിട്ടും. ഓക്കെ, 10 കൊടുത്തേന്. ഓക്കെ, ഇപ്പൊ നേരെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ലാസ്റ്റത്തെ ഇതില് കുളത്തിൽ വരാൻ എന്ത് ചെയ്യാം? ഓക്കെ, അപ്പോ അത് നമ്മുടെ j തന്നെയാണ്. പക്ഷെ j നമ്മൾ മറ്റേതിൽ കൊടുത്തതുപോലെ തന്നെ j ഈക്വൽ ടു n-1 എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ i ഈക്വൽ ടു n-1 എന്നാ കൊടുത്തത്. 10 കൊടുത്ത് ഇപ്പൊ നമുക്ക് n-ന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെയും അവസാനത്തെ ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ക്രോസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാ, ഓവർ ഇട്ടിട്ട് എന്ത് കൊടുക്കാം, നേരത്തെ നമ്മൾ എന്താ കൊടുത്ത്, നേരത്തെ കൊടുത്ത് എന്താ j ഈക്വൽ ടു n-i-1 ആണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്താൽ മതി, j ഈക്വൽ ടു i മാത്രം, അതായത് j ന്റെ വാല്യൂ 1 ആവുന്ന ടൈമിൽ i ന്റെ വാല്യൂ 1, അതുപോലെ തന്നെ അങ്ങനെ j ന്റെ വാല്യൂ 2 ആകുമ്പോൾ i ന്റെ വാല്യൂ 2. ഓക്കെ, അങ്ങനത്തെ ഒരു ടൈമിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം, j ഈക്വൽ ടു i എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്രോസ് ചെയ്യാം. ഓക്കെ, 10 അല്ലെങ്കിൽ നമുക്ക് 20 കൊടുക്കാം. കറോ ഓ ബിഗ് n. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഓക്കെ മനസ്സിലായില്ലേ, ഇത്ര വലിയ തന്നെ 20, അതുകൊണ്ട് സൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അനുസരിച്ച് നമുക്ക് ഏതാ പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ എസ്സിലോട്ട് മൂവ് ചെയ്യാം. എസ് എങ്ങനെ പ്രിന്റ് ചെയ്യിക്കാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എസ്സിൽ ആദ്യത്തെ റോയില് പ്രിന്റ് ചെയ്യിക്കുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് താഴോട്ട് പകുതി മാത്രമേ ഉള്ളൂ, പിന്നെ അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഉണ്ട്, അതുപോലെ ലാസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അവസാനത്തെ ഇതുണ്ട്. ഇത് കുറച്ച് ട്രിക്കിയാണ്, പക്ഷെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റത്തെ റോയിലും അതുപോലെ തന്നെ സെൻട്രത്തെ റോയിലും പിന്നെ ലാസ്റ്റത്തെ റോയിലും പ്രിന്റ് ചെയ്യിക്കാനുള്ളത് എങ്ങനെയാന്ന് പ്രിന്റ് ചെയ്യിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാ, ഒന്നുകൂടി ഈ കണ്ടീഷൻസ് ഒക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഈ ഒരു ഇഫ് കണ്ടീഷനിൽ നിന്ന് ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഇനി ഇവിടെ നമുക്ക് എന്താ കൊടുക്കേണ്ടത്, ഫസ്റ്റ് ഏറ്റവും മുകളിലും അതുപോലെ തന്നെ സെൻട്രലിലും താഴെ വരാനുള്ള ഇക്വേഷൻ കൊടുക്കുക. അപ്പൊ i ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഫസ്റ്റത്തെ ഇതിൽ വരും. ഓക്കെ, i ഈക്വൽ ടു 0 നമുക്ക് ചെക്ക് ചെയ്യാം, നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്താണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടി കൺഫേം ആക്കി തരാം. ഇപ്പൊ ഫസ്റ്റത്തെ ലൈനിൽ കിട്ടി, എസിന്റെ ആണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റത്തെ ലൈനിൽ. ഇനി അതുപോലെ സെൻട്രൽ വരണം. ഓക്കെ, സെൻട്രലും അതുപോലെ തന്നെ ലാസ്റ്റ് വരണം. അപ്പൊ ലാസ്റ്റത്തെ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. ഓക്കെ, അത് i ഈക്വൽ ടു n-1 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, n-1. ഓക്കെ, അപ്പൊ അതും ഓക്കെ. ഇനി ഓക്കെ ജസ്റ്റ് വേണമെങ്കിൽ ഓക്കെ നമുക്ക് ചെക്ക് ചെയ്യണോ? ഓക്കെ, വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 10. ഓക്കെ, ഇപ്പൊ ലാസ്റ്റത്തേയും കിട്ടിയിന്. ഇനി സെൻട്രൽ കിട്ടണം. ഓക്കെ, സെൻട്രത്തേല് കിട്ടണമെങ്കിൽ എന്താ, നേരെ അതിന്റെ പകുതി ആക്കിയാൽ മതി. i ഈക്വൽ ടു n/2 എന്ന് കൊടുത്താൽ മതി, n-ന്റെ നേരെ പകുതി. ഓക്കെ, i ഈക്വൽ ടു n/2. ഓക്കെ, n/2. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോ 10 കൊടുത്തു കഴിഞ്ഞാല് കണ്ടോ, ഇപ്പൊ ആദ്യത്തേലും അതുപോലെ തന്നെ അതിന്റെ പകുതി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യണം, കുറച്ച് സ്റ്റാർ പ്രിന്റ് ചെയ്യിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇഫ് കഴിഞ്ഞിട്ട് എൽസിനെ ഒന്ന് താഴ്ത്തിടാം, എന്നിട്ട് ഒരു എൽസിഫ് ഇവിടെ കൊടുക്കാം. ഓക്കെ, അതായത് വേറൊരു കണ്ടീഷനിൽ കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ പോണ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, എൽസ് എന്നല്ല എൽസിഫ് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എൽസിഫ്, അതായത് ഈ ഒരു കണ്ടീഷൻ കൂടി ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യത്തെ, അതായത് മുകളിലുള്ള ഹാഫ്, അതായത് മുകളില് എന്താ ഫസ്റ്റത്തെ റോയിലല്ല ഫസ്റ്റത്തെ കോളത്തിൽ പ്രിന്റ് ചെയ്യിക്കാനുള്ളത് എങ്ങനെയാ, i ലെസ് ദാൻ ഏത് n/2, അതായത് n/2 ഏതാണോ അതിന്റെ ഓക്കെ ആ ഒരു പൊസിഷനിൽ പകുതി എത്തുന്ന ടൈമില് അതുവരെ i ലെസ് ദാൻ n/2 വരെ എന്ത് ചെയ്യണം, നമുക്ക് പ്രിന്റ് ചെയ്യിക്കണം. പക്ഷെ എവിടെയാണോ പ്രിന്റ് ചെയ്യിക്കേണ്ടത്, അതിന് ഒരു ആൻഡ് ഇട്ടിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, j ഈക്വൽ ടു 0. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഒരു ലൈനിലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ആദ്യത്തെ കോളത്തിൽ വേണം j ഈക്വൽ ടു 0. ഇനി ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, സോറി,
ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് എഫിൽ കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ സ്റ്റാർ കൊടുക്കുന്ന സ്പേസ് ഒരു സെമിക്കോളൻ. ഇനി ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, 10 കൊടുക്കുന്നു. കണ്ടോ, ഇപ്പൊ നമുക്ക് എസിന്റെ പകുതി ആയിട്ടുണ്ട്. ഇനി ഈ അവസാനത്തെ എൻഡിങ്ങിലും കൂടി കൊടുക്കാനുണ്ട്. അപ്പൊ അതിന് എന്ത് ചെയ്യാ, ഇതുപോലെ ഒരു എൽസിഫ് താഴെയും കൊടുക്കുക. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, റേറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഒരു എൽസിഫ് കൂടി കൊടുത്തിട്ട് അവിടെ ഐ ലെസ് ദാൻ അല്ല, നമ്മൾ നേരത്തെ ഐ ലെസ് ദാൻ കൊടുത്തത്, ഇനി ഐ ഗ്രേറ്റർ ദാൻ n/2 ആണെങ്കിൽ, ഓക്കെ, ഐ ഗ്രേറ്റർ ദാൻ n/2, അതായത് പകുതിനേക്കാൾ കൂടുതലാണെങ്കിൽ, നേരത്തെ പകുതി വരെ ആണെങ്കിൽ, ഓക്കെ, ഈ ഒരു കേസിൽ എന്താണ്, അതുപോലെ ആംപ്രസൻഡ് 2 കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. ജെ ഈക്വൽ ടു 0th പൊസിഷനിൽ കൊടുത്ത് നേരെ ഇനി എന്ത് ചെയ്താൽ മതി, ജെ ഈക്വൽ ടു n-1 കൊടുത്താൽ മതി. ഓക്കെ, ജെ ഈക്വൽ ടു n-1 അവസാനത്തെ പൊസിഷനിൽ. ഇപ്പൊ ഇവിടെ പ്രിന്റ് ചെയ്യുക. ഇനി പ്രിന്റ് എഫില് എന്തെടുക്കാം, ഇവിടെ സ്റ്റാർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. 10 കൊടുത്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ എസും പ്രിന്റ് ആയി. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഏതൊക്കെ പ്രിന്റ് ചെയ്ത്, Z പ്രിന്റ് ചെയ്ത്, അതുപോലെ തന്നെ S പ്രിന്റ് ചെയ്ത്, N പ്രിന്റ് ചെയ്ത്. ഇപ്പൊ 3 പാറ്റേൺസും പ്രിന്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ട്, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഇക്വേഷനിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് കമന്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അത് ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസോ അതുപോലെ പാറ്റേൺസോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് ചെയ്തോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. See you.